ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വെൽക്കം ടു കുട്ടി ഗോസ്പൽ. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ നമ്മളോട് 3 കഥ പറയുന്നുണ്ട്, 3 ഉപമകൾ. അതിൽ ആദ്യത്തെ ഉപമ മാത്രം ഞാൻ സംസാരിക്കുന്നത്, അത് കളകളുടെ ഉപമയാണ്. ഒരു നല്ല മനുഷ്യൻ അയാളുടെ കൃഷി സ്ഥലത്ത് നല്ല വിത്തുകൾ വിതച്ചിട്ട് രാത്രി ഉറങ്ങാൻ പോയി. അന്ന് രാത്രി ശത്രുക്കൾ വന്നിട്ട് ബാഡായിട്ടുള്ള വിത്തുകൾ വെച്ചു, മോശം വിത്തുകൾ വെച്ചു. പക്ഷെ വിതച്ച ആളത് അറിഞ്ഞില്ല, വിതച്ച കൃഷിക്കാരും അറിഞ്ഞില്ല. വലുതായി ചെടികൾ വലുതായി വന്ന് കതിരിട്ടപ്പോഴാണ് മനസ്സിലായത് ചിലതിൽ കതിരില്ല, ചിലത് ഫേക്കാണ്, ചിലത് ബാഡ് സീഡ്സ് ആയിരുന്നു. ഈ ഗോസ്പലിനെ കുറിച്ച്, ഈ ഉപമയെക്കുറിച്ച് ഈശോ പറയുന്നത് എങ്ങനെയാണ്? സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമയാണ്. സ്വർഗരാജ്യം ഇതുപോലെയാണ്. സ്വർഗരാജ്യം ദൈവം ഉണ്ടാക്കിയതാണ്. പക്ഷെ പിശാച് വന്ന്, ശത്രുക്കൾ വന്നിട്ട് അതിനകത്ത് മോശം കണ്ടന്റ്, മോശം വിത്തുകളിട്ട്. അതുകൊണ്ടാണ് ഈ ലോകത്ത് നല്ല മനുഷ്യരുണ്ട്, മോശം മനുഷ്യരുണ്ട്, നല്ല വിളകളുണ്ട്, കളകളുണ്ട്. ഇനി നമ്മളിത്തിരി മോഡേണായിട്ട് ചിന്തിച്ചേ. നമുക്കിപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മളേറെ സഹായിക്കുന്നു, വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ സ്വർഗരാജ്യമാണ്, ഒരു പുതിയ സ്വർഗരാജ്യമാണ് അത്. ഇൻ്റർനെറ്റ് ആരാ നമുക്ക് തന്നെ? അത് ദൈവം തന്നാണ്. ഇറ്റ്സ് ഫുൾ ഓഫ് ഇൻഫർമേഷൻ, ഒരുപാട് അറിവ്, ഒരുപാട് ഫൺ, ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്, ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ്, റിലേഷൻസൊക്കെ ഉണ്ടാകേണ്ട സ്ഥലമാണ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ. നല്ലതിന് വേണ്ടിയാണ് ദൈവം അത് നമുക്ക് നൽകിയിട്ടുള്ളത്. പക്ഷേ ശത്രുക്കൾ, എനിമീസ് വന്നിട്ട് അതിൻ്റെ അകത്ത് ബാഡ് കണ്ടൻറ് ഇട്ടു, ഫേക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റ് നല്ലതിന് വേണ്ടി ദൈവം ഉദ്ദേശിച്ചെങ്കിലും അതിനകത്ത് മോശം കണ്ടൻറ് ഒരുപാട് കയറി. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തെ 6 ബില്യൺ ആൾക്കാർ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. 600 കോടി ആൾക്കാർ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ വേൾഡ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 8.3 ബില്യൺ ആണ്. 830 കോടി ഉള്ളിടത്ത് 600 കോടി ആൾക്കാർ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നു പറയുമ്പോൾ 74% ആൾക്കാർ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ ലോകത്തിൽ 74% പേര് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നു പറയുമ്പോൾ അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അതെത്രമാത്രം യൂസ്ഫുൾ ആണ്, അതെത്രമാത്രം നെസസിറ്റിയാണ് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതിൻ്റെ അകത്ത് കണ്ടൻറ്റ് ചിലപ്പോൾ മോശമായിട്ട് വരുന്നുണ്ട്. ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾക്കറിയാമോ, മനുഷ്യൻ ഉണ്ടാക്കുന്ന കണ്ടൻ്റ് അല്ല അതിൽ കൂടുതൽ, 53% അത് കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് കോൾഡ് ഓട്ടോമേറ്റഡ് ബോട്ട്സ്. ഓട്ടോമേറ്റഡ് ബോട്ട്സ് ആണ് 53% കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യർ ഓവർടേക്ക് ചെയ്തു. അതിൽ തന്നെ 40%, ഇങ്ങനെ ഓട്ടോമേറ്റഡ് ബോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ 40% അത് മലീഷ്യസ് ആണ്, അത് മോശമാണ്, അത് ബാഡ് കണ്ടന്റ് ആണ്. മക്കളെ, നമ്മൾ ഈ ഇൻ്റർനെറ്റ് ലോകത്ത് കയറുമ്പോൾ ഇറ്റ്സ് ഫുൾ ഓഫ് ഫൺ, ബട്ട് ഇറ്റ് ക്യാൻ ഫൂൾ അസ്. നമ്മളെ പറ്റിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ബി വെരി സ്മാർട്ട്. ബി സ്മാർട്ട്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് ഈ സ്മാർട്ട് എന്നുള്ള 5 കാര്യങ്ങളാണ്. ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ സ്വീകരിക്കേണ്ട 5 കാര്യങ്ങളാണ്. സ്മാർട്ടിൽ ആദ്യത്തെ എസ് മീൻസ് സേഫ്റ്റി. കാരണം നമ്മൾ ഇപ്പോൾ വഴി കൂടി നടന്നു പോകുമ്പോൾ നമ്മുടെ സ്ട്രേഞ്ചറെ കണ്ടു, ഒരു സ്ട്രേഞ്ചർ നമ്മുടെ സംസാരിക്കും, ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ അതിനൊക്കെ മറുപടി കൊടുക്കും. ഇല്ല, നമുക്ക് അതത്തെ അറിയത്തില്ല, അദ്ദേഹത്തിന് ഇൻറ്റൻഷൻ അറിയത്തില്ല. അപ്പം നമ്മളൊന്നും ഷെയർ ചെയ്യത്തില്ല, നമ്മുടെ പ്രൈവറ്റ് കാര്യങ്ങൾ ഷെയർ ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ നെറ്റിൽ ഒരാളെ പരിചയപ്പെടുമ്പോൾ നമുക്കറിയത്തില്ല അത് ഫേക്ക് ആണോ, അത് ഫേക്ക് പ്രൊഫൈലാണോ, ഒന്നും അറിയത്തില്ല. അപ്പോൾ അയാളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യരുത്, നമ്മുടെ ഫോട്ടോസ് ഒരിക്കലും ഷെയർ ചെയ്യരുത്, നമ്മുടെ പാസ്വേഡ്സ് ഒരിക്കലും കൊടുക്കരുത്. അതാണ് ഒന്നാമത്തെ റൂള് സ്മാർട്ടിൻ്റെ എസ്, സേഫ്റ്റി. എങ്ങനെ സേഫ്റ്റി ആക്കണം? നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരുമായിട്ട്, പ്രത്യേകിച്ച് ഫോട്ടോസ്, നിങ്ങൾ ഒരിക്കലും ഷെയർ ചെയ്യരുത്. സ്മാർട്ടിൽ രണ്ടാമത്തെ അക്ഷരം എം ആണ്. ഇറ്റ്സ് ഫോർ മീറ്റിംഗ്. ചില ആൾക്കാരെ നിങ്ങൾ പരിചയപ്പെടും, സോഷ്യൽ മീഡിയയിലൂടെ, ചില ആപ്പിലൂടെയൊക്കെ പരിചയപ്പെടും. അപ്പോൾ അവർ നിങ്ങളോട് പറയും, നമുക്ക് നേരിട്ട് കണ്ടാലോ, നമുക്ക് ഇന്നടുത്ത് വെച്ച് കണ്ടാലോ, നമുക്ക് ഈ കാഫേ കുടിക്കാൻ പോയാലോ എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ആൾക്കാരെ, വെറുതെ നിങ്ങൾ കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ ഒരു മനുഷ്യനെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഏറ്റവും ട്രസ്റ്റ് ഉള്ള ഒരാളെ കൊണ്ടുപോകണം. ഇത്തിരി കൂടി മുതിർന്ന ആൾക്കാരാണെങ്കിൽ നല്ലതാണ്. ഒറ്റയ്ക്ക് പോകരുത്. അവർ പറയും നമ്മുടെ ഇടയിലൊരു സീക്രറ്റാണ്, നീ ആരോടും പറയേണ്ടത്, നീ ഒറ്റയ്ക്ക് വന്നൊക്കെ പറയും. നെവർ മീറ്റ് വിത്ത് എ സ്ട്രേഞ്ചർ. ഇതാണ് രണ്ടാമത്തെ കാര്യം. സ്മാർട്ടിൽ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതാണെന്ന് പറഞ്ഞാൽ അക്സെപ്റ്റൻസ് ആണ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ
നമുക്ക് കുറേ റിക്വസ്റ്റ് ഒക്കെ വരും, ചില ഫ്രണ്ട്സ് റിക്വസ്റ്റ് വരും. നമുക്ക് അറിയാത്ത ആൾക്കാരുടെ ഒരു ഇതും നമ്മൾ റിക്വസ്റ്റ് ചെയ്യരുത്. ചില കാര്യങ്ങൾ അവർ പറയും യു ടു ഡൗൺലോഡ് ദിസ്, നിങ്ങളിത് ഡൗൺലോഡ് ചെയ്യണമെന്ന് പറയും. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യരുത്. കാരണം എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങളുടെ സിസ്റ്റത്തെ തന്നെ തകരാറിലാക്കുന്ന ചില മാൽവേഴ്സ് ആയിരിക്കും, ചില വൈറസസ് ആയിരിക്കും, ചില അപ്രോപ്രിയേറ്റ് കണ്ടന്റ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ധാരണയില്ലാത്ത, നിങ്ങൾക്ക് ഒട്ടും അറിവില്ലാത്ത, നിങ്ങൾക്ക് സംശയമുള്ള ഒരു സൈറ്റിലും കയറി നിങ്ങളൊന്നും ഡൗൺലോഡ് ചെയ്യരുത്, നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. അതാണ് എ. ആൻഡ് ആർ എന്ന് പറയുന്നത് റിലയബിലിറ്റിയാണ്. നമ്മൾ വിചാരിക്കും നെറ്റിലുണ്ട്, ഓൺലൈനിലുണ്ട്, അപ്പോൾ ഇൻ്റർനെറ്റിലുള്ളത് കൊണ്ട് അതൊക്കെ സത്യമായിരിക്കും, ട്രൂത്ത് ആയിരിക്കും. നെവർ, ഒരിക്കലല്ല. ഒരുപാട് കാര്യങ്ങൾ നുണയാണ്. കാരണം നെറ്റിൽ കയറി ആർക്ക് അപ്ലോഡ് ചെയ്യാം, എന്ത് നുണ വേണമെങ്കിലും പറയാം, എന്ത് മോശം കണ്ടന്റ് വേണമെങ്കിലും ഇടാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഫിഷിങ്ങിൻ്റെ കണ്ടന്റ് ഉണ്ടാവും, അതിൻ്റെ അകത്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എടുത്തുകൊണ്ട് പോകുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ വളരെ സൂക്ഷിച്ച് വേണം. അതിനകത്ത് റിലയബിൾ ചെയ്യരുത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ അകത്ത് ഓട്ടോമേറ്റഡ് ബോർഡ്സ് ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ റിലേ ചെയ്യരുത്. ഇൻ്റർനെറ്റ് കണ്ടന്റിൽ നിങ്ങൾ റിലേ ചെയ്യരുത്. അതല്ലെങ്കിൽ അത് അക്സെപ്റ്റഡ് ആയിട്ടുള്ള സൈറ്റുകളായിരിക്കണം. അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് ഈസ് ടെൽ. ഇപ്പം നിങ്ങളോട് പരിചയമുള്ള ഒരാൾ, പരിചയം എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിലൂടെ നിങ്ങൾ പരിചയപ്പെട്ട ഒരാൾ നിങ്ങളോട് മോശമായ രീതിയിൽ സംസാരിച്ചാൽ, മോശമായ ചില കമൻറ്റുകൾ പറഞ്ഞാൽ, നിങ്ങളത് അൺകംഫർട്ടബിൾ ആക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ടെൽ യുവർ പാരൻസ്, ടെൽ യുവർ ടീച്ചേഴ്സ്, ടെൽ യുവർ കൗൺസിലേഴ്സ്. നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്ന, നിങ്ങൾക്ക് ട്രസ്റ്റ് ഉള്ള ആൾക്കാരുടെ നിർബന്ധമായിട്ടും പറയണം. ഇവർ ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കും. ഞാൻ ഈ ഫോട്ടോ നമ്മൾ സംസാരിച്ച ചാറ്റ് പുറത്താക്കും എന്നൊക്കെ പറയും. പേടിക്കരുത്, നിങ്ങൾ പേടിക്കരുത്. നിങ്ങളത് ഡയറക്റ്റായിട്ട് അത് നിങ്ങളുടെ പാരൻസിനെ അറിയിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനെ അറിയിക്കണം നിർബന്ധമായിട്ടും. അല്ലാതെ ഇത് പുറത്തറിഞ്ഞ് എന്ത് ചെയ്യും, എനിക്ക് പ്രശ്നം. നോ, ടെൽ യുവർ പാരൻസ്. ലാസ്റ്റ് ഈസ് ടെൽ. മക്കളെ, ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇപ്പോഴത്തെ ഭാഷയിൽ നമ്മൾ സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റാണ്. ഇൻ്റർനെറ്റ് ബ്യൂട്ടിഫുൾ തിങ് ആണ്. ഇറ്റ്സ് ഫുൾ ഓഫ് ഇൻഫർമേഷൻ, ഇറ്റ്സ് ഫുൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇറ്റ്സ് ഫുൾ ഓഫ് ഫൺ. പക്ഷെ നമ്മളത് ഫൂളാക്കാതിരിക്കാൻ ബി സ്മാർട്ട്, സ്റ്റേ സേഫ് ഇൻ ഓൺലൈൻ. ഹാപ്പി സൺഡേ.